വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ കാനോൻ എന്ന വിഷയമാണ്. എങ്ങനെയാണ് നമുക്ക് പുതിയ നിയമ പുസ്തകങ്ങൾ ലഭിച്ചത്? എങ്ങനെയാണ് ഈ പുതിയ നിയമ പുസ്തകങ്ങൾ 27 പുസ്തകങ്ങൾ ആധികാരികമെന്ന് തിരിച്ചറിയപ്പെട്ടത്? ആരാണ് ഈ പുസ്തകങ്ങൾക്ക് ആധികാരികത ഉള്ളത് എന്ന് തീരുമാനിച്ചത്? നമ്മുടെ കയ്യിൽ ഇന്ന് ഉള്ള 27 പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്, ആധികാരികതയുള്ള ദൈവവചനമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? തിരുവെഴുത്തുകളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ കാനോൻ എന്ന വാക്ക് വളരെ പ്രധാനമാണ്. കാനോൻ്റെ അർത്ഥം അളവുകോൽ എന്നൊക്കെയാണ്. തിരുവെഴുത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്താൽ പ്രചോദിതമായി എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ ശേഖരം എന്ന ഒരർത്ഥമാണ് ദൈവവചനത്തിൻ്റെ കാനോൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവിക പ്രേരണയാൽ ഒരു പുസ്തകം എഴുതുമ്പോൾ തന്നെ അത് കാനോൻ്റെ ഭാഗമാണ്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രത്യേക നടപടി എടുത്തത് കൊണ്ടല്ല അതിനെ തിരുവെഴുത്തുകളെന്ന് നാം അറിയുന്നത്. അത് എഴുതുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും ക്രമേണയാണ് ആദിമസഭ മുഴുവനായും ആ പുസ്തകങ്ങളെ തിരിച്ചറിയുവാനിടയായിത്തീർന്നത്. പുതിയ നിയമത്തിൻ്റെ അധികാരം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നാം ചിന്തിച്ചു തുടങ്ങുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ സകല പ്രവചനങ്ങളുടെയും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെയും പൂർത്തീകരണമാണ് യേശു കർത്താവിൽ കണ്ടത്. ആരും അതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു അധികാരത്തോടാണ് യേശു കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം: യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനിയും ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. പ്രത്യേക അധികാരത്തോടെ, അതുവരെ കേട്ടവർക്കാർക്കും ആരിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു അധികാരത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു യേശു കർത്താവിൻ്റെ. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, ജീവിതം, മരണം, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അത് ദൈവത്തിൽ നിന്നായിരുന്നു. ദൈവം അതിനെ ഉറപ്പിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ വാക്കുകൾ ആധികാരികമായിരിക്കുന്നത് ഒരു കൂട്ടത്തിന് മാത്രമല്ല. തൻ്റെ മരണത്തിലൂടെ, ഉയർപ്പിലൂടെ യേശു തെളിയിച്ചത് അത് ലോകത്തിലെല്ലാവർക്കും ആവശ്യമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സന്ദേശമാണ് യേശു നൽകുന്നതെന്നാണ്. ഇത് വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. പുതിയ നിയമത്തിൻ്റെ ആധികാരികത കടന്നു വരുന്നത് യേശുവിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്തയുണ്ടാകും: യേശുവിൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് സുവിശേഷങ്ങളിൽ മാത്രമാണ്. യേശു സ്വയമായി എഴുതിയ പുസ്തകങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് യേശുവിൻ്റെ അധികാരം പുതിയ നിയമത്തിൻ്റെ എഴുത്തുകൾക്കുണ്ടാകുന്നത്? അവിടെയാണ് നമ്മൾ അപ്പോസ്തോലിക അധികാരം എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ തുടരുന്നത് ഇങ്ങനെയാണ്: യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, അപ്പോസ്തോലൻ എന്ന വാക്ക് തന്നെ ഐക്യപ്പെട്ടവെന്നാണ് അർത്ഥം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. യേശു തൻ്റെ ആ സന്ദേശത്തിൻ്റെ അധികാരം, താൻ പറഞ്ഞത് പഠിപ്പിക്കുവാനുള്ളൊരു അധികാരം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം, അവിടെ താൻ പഠിപ്പിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശിഷ്യഗണങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന് കർത്താവ് അവരോട് പറയുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് അവരുടെ അഭിപ്രായങ്ങളായിരുന്നില്ല. കർത്താവ് അവർക്ക് നൽകിയ അധികാരത്തിലാണ് അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തോലിക അധികാരം എന്നുള്ളത് സഭയുടെ ആധികാരിക പഠിപ്പിക്കലാണ്. ഇനിയും ചിലർ പറയാറുണ്ട്, അപ്പോസ്തലന്മാർ ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇത് തിരുവെഴുത്തിൻ്റെ ഭാഗമാണെന്ന് കരുതിയല്ല അവരെഴുതിയത്. ഒരു സഭയ്ക്ക് ഒരു സന്ദേശം എഴുതുന്നത് മാത്രമേ
അവർ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമം തന്നെ പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14 അധ്യായം 37 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഇനി പത്രോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? 2 പത്രോസ് 3:2 വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്നും ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ചെയ്യുന്നത് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ അതേ വചനങ്ങളുമായി അപ്പോസ്തലന്മാരുടെ വാക്കുകളെയും ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ആദിമ സഭയും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. 1 തെസ്സലോനിക്കർ 2 അധ്യായം 13 വാക്യം: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആദിമസഭ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെ കണ്ടത് സാക്ഷാൽ ദൈവവചനമായിട്ടാണ്. അപ്രകാരമാണ് അവരതിനെ കൈക്കൊണ്ടത്. ഇനി നാം കാണുന്നത് തിരുവഴുത്തുകളിൽ തന്നെ പുതിയ നിയമ തിരുവഴുത്തുകൾ തിരിച്ചറിയപ്പെടുന്നതാണ്. 1 തീമോഥെയോസ് 5 അധ്യായം 18 വാക്യം ഇങ്ങനെ വായിക്കുന്നു: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവഴുത്ത് പറയുന്നു, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നുമുണ്ടല്ലോ. തിരുവഴുത്ത് പറയുന്നു എന്ന് പൗലോസ് പറഞ്ഞുകൊണ്ട് എടുത്തുദ്ധരിക്കുന്നത് ആവർത്തന പുസ്തകം 25 അധ്യായം 4 വാക്യത്തിൽ കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത് എന്ന വാക്യവും, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 7 വാക്യത്തിൽ കർത്താവിന്റെ വാക്കുകളുമാണ്: വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. ലൂക്കോസിന്റെ സുവിശേഷത്തെ പഴയ നിയമ പുസ്തകങ്ങളോട് ചേർത്ത് അതിനെ തിരുവെഴുത്തുകളായി തന്നെയാണ് പൗലോസിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പത്രോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 2 പത്രോസ് 3 അധ്യായം 15 16 വാക്യങ്ങൾ: അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരും ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പൗലോസ് അപ്പോസ്തലന്റെ സകല ലേഖനങ്ങളും ശേഷം തിരുവെഴുത്തുകളെ പോലെ തന്നെ ആധികാരികതയുള്ളവയാണ്. ആദിമ ക്രിസ്തീയ എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് സഭ കൂടി വരുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾക്കൊപ്പം അപ്പോസ്തലന്മാർ എഴുതിയ പുതിയ നിയമ തിരുവെഴുത്തുകളും ഉറക്കെ വായിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതും കാണിക്കുന്നത് പുതിയ നിയമ എഴുത്തുകളുടെ സഭയ്ക്കുള്ളിലെ അംഗീകാരമാണ്. അതുകൊണ്ട് കാനോൻ എന്നത് വളരെ വൈകി വന്നൊരു കണ്ടുപിടുത്തമോ രാഷ്ട്രീയമായ ഒരു തീരുമാനമോ ഒന്നും ആയിരുന്നില്ല. അപ്പോസ്തോലിക എഴുത്തുകൾ തിരുവെഴുത്തുകളായി ആദ്യം മുതൽ തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ആദിമ സഭയിൽ അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടുകളിൽ കാനോനിക പുസ്തകങ്ങൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ടായത്? നമ്മൾ പഴയ നിയമ കാനോനെ പറ്റി നോക്കുമ്പോൾ മത്തായി സുവിശേഷം 22 അധ്യായം 31 വാക്യത്തിൽ യേശു കർത്താവ് സദൂക്യരോട് പറയുന്നൊരു വാക്കുണ്ട്: മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ്: ഹാവ് യു നോട്ട് റെഡ് വാട്ട് വാസ് സെഡ് ടു യു ബൈ ഗാഡ് കൺസേണിംഗ് ദ റിസറക്ഷൻ ഓഫ് ഡെഡ്? മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അന്നത്തെ തലമുറയിൽ നിന്ന് ഏകദേശം 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ വചനഭാഗത്തിൽ നിന്ന് യേശു കർത്താവ് അവരോട് പറയുമ്പോൾ ഇന്ന് ദൈവം അവരോട് സംസാരിക്കുന്ന വചനങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു പ്രത്യേക കമ്മിറ്റിയോ കൗൺസിലോ അംഗീകരിച്ചതുകൊണ്ടല്ല പഴയ നിയമ പുസ്തകങ്ങൾക്ക് ഈ ആധികാരികതയുണ്ട് എന്ന് യേശു പറയുവാനുള്ള കാരണം. അത് കാലക്രമേണ ദൈവദാസന്മാരിലൂടെ തന്നെ ദൈവവചനമെന്ന് തിരിച്ചറിയപ്പെട്ടതും പിന്നീട് യേശു കർത്താവ് അതിനെ അംഗീകരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തന്നെയാണ് പുതിയ നിയമവും. ദൈവം പുതിയ നിയമ പുസ്തകങ്ങളെ എഴുതുവാനായി പ്രചോദനം നൽകി അവ
അന്നത്തെ കാലത്തുള്ള സകല സഭകളിലേക്കും പ്രചരിക്കപ്പെടുവാനിടയായി തീർന്നു. അവ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന് തിരിച്ചറിയപ്പെടുവാനും ഇടയായി തീർന്നു. അല്ലാതെ മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ട ഒരു പുസ്തകം എടുത്ത് നമ്മുടെ കയ്യിലോട്ട് തന്നിട്ട് ഇതാണ് എൻ്റെ വചനം എന്ന് പറയുകയല്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായിരുന്നു. എന്നാൽ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാനോനിക പുസ്തകങ്ങളുടെ ഒരു തിരിച്ചറിയൽ ആവശ്യമായി വന്നു എന്ന് തോന്നുവാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന് അപ്പോസ്തലന്മാരുടെ മരണമാണ്. അവരുടെ മരണശേഷം അപ്പോസ്തോലിക അധികാരത്തോടെയുള്ള പുതിയ പുസ്തകങ്ങൾ എഴുതുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ എഴുതിയത് ഏതാണെന്ന് അന്നുണ്ടായിരുന്ന സകല സഭകളിലും വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലവിധ ദുരുപദേശങ്ങളും ഉയർന്നു വരുവാനിടയായി തീർന്നു. അതിൻ്റെ മധ്യത്തിലും ഏതാണ് ആധികാരിക വചനം എന്ന് ജനത്തെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ സഭ വളരെ ശക്തമായി പ്രചരിക്കപ്പെടുവാൻ തുടങ്ങി, പല ദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പുസ്തകങ്ങളാണ് പകർത്തി എഴുതപ്പെടേണ്ടത് അല്ലെങ്കിൽ തർജ്ജമ ചെയ്യപ്പെടേണ്ടത്, ഏതൊക്കെയാണ് സഭകളിൽ വായിക്കേണ്ടത് എന്ന് എല്ലാവരെയും അറിയിക്കേണ്ടത് ആവശ്യമായി വന്നു. ഇനി മറ്റൊരു പ്രധാന കാരണം അന്നത്തെ പീഡകളാണ്. തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ കയ്യിൽ വെക്കുന്നവരെ കൊന്നുകളയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റോമൻ ഭരണത്തിന് കീഴിൽ. ആ കാലത്ത് ദൈവീക പ്രചോദനത്താൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവയുടെ സംരക്ഷണത്തിനായിട്ട് മരിക്കുവാനാ പോലും ആദിമ ഭക്തർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഇനിയും അപ്രകാരമുള്ള കാനോനിക പുസ്തകങ്ങളെ അന്ന് തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു മാനദണ്ഡമുണ്ട്. അത് ഒന്നാമത് അപ്പോസ്തലന്മാർ എഴുതപ്പെടണം. അപ്പോസ്തലന്മാർ നേരിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്നിരിക്കുന്ന മറ്റാരെങ്കിലുമോ എഴുതപ്പെട്ടതാണ് പ്രധാനമായും, അല്ലെങ്കിൽ അവ മാത്രമാണ് പുതിയ നിയമ പുസ്തകങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നത്. പിന്നെ അത് എല്ലാ സഭകളിലും പ്രചരിച്ചിരിക്കുന്ന പുസ്തകങ്ങളായിരിക്കണം. മൂന്നാമതായി അവ മറ്റ് ക്രിസ്തീയ പഠിപ്പിക്കലുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. ഇവയൊന്നും പിന്നീട് കണ്ടെത്തിയ ഒരു മാനദണ്ഡമല്ല. സഭയ്ക്ക് മുന്നമേ അറിവുണ്ടായിരുന്ന പുസ്തകങ്ങളെ വ്യക്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി 1ഉം 2ഉം നൂറ്റാണ്ടുകളിലെ പല എഴുത്തുകളിലും നമ്മൾ പുതിയ നിയമം കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പോളികാർപ്പ് 110 AD എഫേസ്യ ലേഖനം തിരുവെഴുത്തുകളാണെന്ന് എഴുതുന്നുണ്ട്. റോമിലെ ക്ലെമന്റ് 95 AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ പല പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നും കോട്ട് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇഗ്നേഷ്യസ് 107 AD പൗലോസ് അപ്പോസ്തലന്റെ മിക്ക പുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹം കോട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഡിഡാക്കെ സുവിശേഷങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പല ഭാഗങ്ങളും ചേർത്തുള്ള ഒരു ക്രിസ്തീയ പഠിപ്പിക്കലിൻ്റെ ഒരു സമാഹാരമായി അതിനെ കാണാൻ സാധിക്കും. ജസ്റ്റിൻ മാർട്ടിർ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരു വ്യക്തിയാണ്. 150 AD അല്ലെങ്കിൽ സുവിശേഷങ്ങളെ അപ്പോസ്തലന്മാരുടെ സ്മരണ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അത് മാത്രമല്ല, പൗലോസിന്റെ മിക്ക ലേഖനങ്ങളിൽ നിന്നും അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഐറേനിയസ് 180 AD 4 സുവിശേഷങ്ങൾ മാത്രമാണ് ആധികാരികതയുള്ളവ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും തെറ്റായ പല എഴുത്തുകൾ പല സുവിശേഷങ്ങളെയും വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അടിസ്ഥാനപരമായ ക്രിസ്തീയ പഠിപ്പിക്കലുകളൊക്കെ തിരിച്ചറിയത്തക്കവണ്ണം അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ അവർക്ക് ലഭ്യമായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. അത് മാത്രമല്ല, ഇതിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ് ആധികാരികമായ ദൈവവചനം എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു അവബോധം അന്നത്തെ വിശ്വാസി സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇനിയും കാനോനിക പുസ്തകങ്ങളുടെ ചില പട്ടികകൾ നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. 175 AD തന്നെ 2-ാം നൂറ്റാണ്ടിൽ തന്നെ മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടില്ല, അതിൻ്റെ തുടക്കവും അവസാനവും ഒക്കെ കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്കില്ല എങ്കിലും ഇന്ന് ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിൻ്റെ 21-22 പുസ്തകങ്ങൾ ആ സമയത്ത് തന്നെ അംഗീകരിക്കപ്പെട്ടവ എന്ന നിലയിൽ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അലക്സാണ്ടറിലെ ക്ലെമന്റ് 200 AD 27 പുസ്തകങ്ങളിലെ 22 പുസ്തകങ്ങളിൽ നിന്നും സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ഒറിജിൻ
AD 235 4 ഗോസ്പലുകൾ ആധികാരികമായവയാണ്, ചോദ്യം ചെയ്യപ്പെടാത്തവയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനർത്ഥം കാനോന്റെ ഒരു വ്യക്തമായ ധാരണ 4-ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ പുതിയ നിയമ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് വരുമ്പോൾ ഏകദേശം 320 AD യുസേബിയസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ ചരിത്രകാരൻ 22 പുതിയ നിയമ പുസ്തകങ്ങൾ അംഗീകരിക്കപ്പെട്ടവയാണെന്നും 5 തർക്കങ്ങളുള്ളവയാണെന്നും എന്നാൽ അവ പൊതുവെ എല്ലായിടത്തും വായിക്കപ്പെടുന്നതാണെന്നും പിന്നെ മറ്റു ചില തള്ളിക്കളയപ്പെട്ട പുസ്തകങ്ങളും ഉണ്ടെന്ന് എഴുതുവാനിടയായിത്തീർന്നു. ജെറുസലേമിലെ സിറിൽ വെളിപ്പാടൊഴികെ 26 പുസ്തകങ്ങളും അംഗീകരിക്കപ്പെട്ടവയാണ് എന്ന് എഴുതുവാൻ ഇടയായിത്തീർന്നു. ഇനിയും മുഴുവനായിട്ട് 27 പുസ്തകങ്ങളുമുള്ള ഒരു പട്ടിക നമ്മൾ ആദ്യം കാണുന്നത് അത്തനേഷ്യസ് 367 AD എഴുതിയ എഴുത്തിലാണ്. അതിൽ നിന്ന് നമ്മൾക്കുള്ള 27 പുസ്തകങ്ങളും വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലരെങ്കിലും കരുതുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് കാനോൻ ആദ്യമായി അംഗീകരിക്കപ്പെട്ടതെന്നാണ്. എന്നാൽ നാം ഇതുവരെ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ തന്നെ അപ്പോസ്തോലന്മാരുടെ കാലം മുതൽക്കേ ഒരു കാനോൻ അവബോധം പുതിയ നിയമവിശ്വാസികളിൽ ഉണ്ടായിരുന്നു എന്ന് നാം കാണുവാനിടയായി. പിന്നീട് ജെറോം, അഗസ്റ്റിൻ, ഗ്രിഗറി ഒക്കെ ഇതേ പുസ്തകങ്ങൾ തന്നെ അംഗീകരിക്കപ്പെട്ടവയെന്ന് വ്യക്തമാക്കുന്നത് അവരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും സഭാ കൗൺസിലുകൾ, അത് ഹിപ്പോയിലെ 393 AD ഉണ്ടായിരുന്ന കൗൺസിൽ, അതിനുശേഷം കാർട്ടേജിൽ 397 419 നടന്ന കൗൺസിലുകളൊക്കെ ഈ 27 പുസ്തകങ്ങൾ ആധികാരികമായവ എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഭയുടെ കൗൺസിലുകൾ തിരുവെഴുത്തുകളെ സൃഷ്ടിക്കുകയല്ലായിരുന്നു. ക്രിസ്തീയ സമൂഹം അത്രയും നാളും വിശ്വസിച്ചിരുന്ന പുസ്തകങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇനിയും അംഗീകരിക്കപ്പെട്ടവയും തർക്കത്തിലായിരുന്നവയും തള്ളപ്പെട്ടവയുമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും, 1 പത്രോസ്, 1 യോഹന്നാൻ, ഇവ എല്ലാ കാലത്തും ആദിമ ക്രിസ്തീയ സമൂഹങ്ങളാൽ അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില പുസ്തകങ്ങൾ തർക്കത്തിലുണ്ട് എന്ന് നമ്മൾ അല്പം മുമ്പ് യുസേബിയസിന്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ആ പുസ്തകങ്ങൾ ഇവയായിരുന്നു. ഇവയെല്ലാം എല്ലായിടത്തും തർക്കത്തിലായിരുന്നില്ല. പല നിലകളിൽ പൂർണ്ണമായി ഒരു കാലം വരെ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളാലും തിരിച്ചറിയപ്പെട്ടിരുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ അതിന് അർത്ഥം. അതിന് കാരണങ്ങളുമുണ്ട്. ആ പുസ്തകങ്ങൾ ഇവയാണ്: എബ്രായ ലേഖനം, യാക്കോബിന്റെ ലേഖനം, 2 പത്രോസ്, 2ഉം 3ഉം യോഹന്നാന്റെ ലേഖനങ്ങൾ, യൂദ, വെളിപ്പാട്. അവ തർക്കത്തിൽ ആകുവാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, അന്നത്തെ കാലത്ത് അതിൻ്റെ എഴുത്തുകാരനെ പറ്റി വിവരങ്ങൾ എല്ലാ ഇടത്തും ലഭ്യമായിരുന്നില്ല. ചെറിയ പുസ്തകങ്ങൾ പലപ്പോഴും കൂടെ പകർത്തി എഴുതപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ലഭ്യത കുറവായിരുന്നു ചെറിയ പുസ്തകങ്ങളുടെ. ഇപ്പോൾ 2-3 യോഹന്നാൻ അല്ലെങ്കിൽ യൂദയുടെ പുസ്തകം, ഇവയൊന്നും എല്ലായിടത്തും ലഭ്യമായിരുന്നില്ല. പകർത്തി എഴുതുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ചില ദുരുപദേശ കൂട്ടങ്ങൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകമൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം വന്നപ്പോൾ പലരും വെളിപ്പാട് പുസ്തകത്തെ പറ്റി ചില പട്ടികകളിൽ അവർ മൗനമായിരുന്നു. അവർ പ്രത്യേകിച്ചൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ഇനിയും ഒരിക്കലും തിരുവെഴുത്തുകളുടെ ഭാഗമായി അംഗീകരിക്കപ്പെടാത്ത ചില പുസ്തകങ്ങളുണ്ട്. എന്നാൽ അവ വായനയ്ക്ക് നല്ലതാണ്. അതിലൊന്നാണ് ഹെർമസിലെ ഇടയൻ, ഡിഡക്കെ, പിന്നെ ബർണബാസിന്റെ എഴുത്ത്. പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ട ചില എഴുത്തുകളുണ്ട്. ക്രിസ്തീയ സമൂഹം ആദ്യം തൊട്ട് തന്നെ വളരെ വ്യഗ്രതയോടെ ശ്രമിച്ചിരുന്നൊരു കാര്യമാണ് യഥാർത്ഥ തിരുവെഴുത്തുകളല്ലാത്തവയെ തള്ളിക്കളയുക എന്നുള്ളത്. അങ്ങനെ തള്ളപ്പെട്ട ചില പുസ്തകങ്ങൾ ഇവയാണ്: മേരിയുടെ സുവിശേഷം, തോമസിന്റെ സുവിശേഷം, പത്രോസിന്റെ സുവിശേഷം, പൗലോസിന്റെ പ്രവൃത്തികൾ, പിന്നെ അപ്രകാരമുള്ള മറ്റ് ദുരുപദേശ എഴുത്തുകൾ. ഇനി നമ്മൾ വളരെ വേഗം ഒരു വിഷയം കൂടെ നോക്കുന്നത് അത് പുതിയ നിയമത്തിന്റെ കൈയെഴുത്ത് പ്രതികളുടെ ശേഖരം എന്നുള്ള വിഷയമാണ്. ഇന്നും സൂക്ഷിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ കൈയെഴുത്ത് പ്രതികളുള്ള ഒരു ഗ്രന്ഥം പുതിയ നിയമമാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെയുള്ള അനേക കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഇതൊക്കെയാണ്: P46. P എന്ന് പറഞ്ഞാൽ അത് എഴുതിയിരുന്ന പാപ്പിറസ് എന്നുള്ള വാക്കിനെ കുറിക്കുന്നതാണ്. P46 പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളുടെയും ഒരു സമാഹാരമായിട്ട് കാണാൻ കഴിയും. P52 125 AD
ദൈവവചനത്തിന് തന്നെ ലഭ്യമായവയിൽ ഏറ്റവും ആദ്യത്തെ കൈയെഴുത്ത് പ്രതികളിലൊന്നാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ P52 എന്നുള്ള കൈയെഴുത്ത് പ്രതി. ഇനി നമുക്ക് അതുപോലെ തന്നെ ഏകദേശം 5800 ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളുണ്ട്. 10,000-ലേറെ ലാറ്റിൻ കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. 9,300 മറ്റു ഭാഷകളിലുള്ള കൈയെഴുത്ത് പ്രതികൾ ഇന്ന് പുതിയ നിയമത്തിൻ്റെ ലഭ്യമാണ്. ഇത്രമാത്രം കൈയെഴുത്ത് പ്രതികളുടെ സമാഹാരമുള്ള മറ്റൊരു ഗ്രന്ഥം ഉലകത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പ് നമുക്കുണ്ട്. ഇത്രമാത്രം കൈയെഴുത്ത് പ്രതികൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചെറിയ അക്ഷര പിശകുകളോ മറ്റ് തെറ്റുകളോ പകർത്തിയെഴുതുന്ന കൂട്ടത്തിൽ ഈ കൈയെഴുത്ത് പ്രതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചറിയുവാനും ദൈവം അപ്പോസ്തലന്മാരിൽ ഭരമേൽപ്പിച്ച ആ എഴുത്തുകളെ വ്യക്തമായി മനസ്സിലാക്കാനും കൈയെഴുത്ത് പ്രതികളുടെ ഇപ്രകാരം വലിയൊരു ശേഖരമുള്ളതുകൊണ്ടും പല കൈയെഴുത്ത് പ്രതികളും വളരെ ആദ്യ കാലങ്ങളിൽ തന്നെ പകർത്തപ്പെട്ടവയായതുകൊണ്ടും നമുക്ക് വ്യക്തമായിട്ടത് ഉറപ്പോടെ പറയാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം ദൈവം എല്ലാ കാലത്തും സംരക്ഷിക്കുന്ന വിധം നമുക്ക് ഈ കൈയെഴുത്ത് പ്രതികളിൽ നിന്ന് അവ നമ്മളിലേക്ക് എത്തിയ വിധങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ കണ്ടത് പുതിയ നിയമത്തിൻ്റെ ആധികാരികത യേശു കർത്താവിൽ നിന്ന് വരുന്നതാണ്. അപ്പോസ്തലന്മാർ ആണ് ആ യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ അവ എഴുതുകയും പരിശുദ്ധാത്മ പ്രേരിതമായി അവ എഴുതി ഇന്ന് ദൈവവചനമായി 27 പുസ്തകങ്ങളായി നമ്മുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു. ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭ ആ എഴുത്തുകളെ തിരിച്ചറിയുകയും സഭയിൽ അവ ഉറക്കെ വായിക്കുകയും പല ആദിമ എഴുത്തുകളിലും അവ കോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ദുരുപദേശങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വ്യാപനമൊക്കെ നിമിത്തം പുതിയ നിയമത്തിൻ്റെ എഴുത്തുകളെ തിരിച്ചറിയപ്പെടേണ്ട ഒരാവശ്യകത ഉണ്ടായി. അവ കണ്ടെത്തിയത് കൗൺസിലുകളോ മറ്റ് അപ്രകാരമുള്ള കമ്മിറ്റികളോ ഒന്നുമല്ല. അവ എല്ലാ കാലത്തും സഭ അംഗീകരിച്ചിരുന്നു. ആയിരക്കണക്കിന് പഴയ നിയമ കൈയെഴുത്ത് പ്രതികളുടെ ശേഖരം ദൈവവചനത്തിന് പുതിയ നിയമത്തിന് ഉള്ളതായിട്ട് നമുക്കറിയാം. മറ്റേത് പുസ്തകങ്ങളെക്കാളും മറ്റേത് ഗ്രന്ഥങ്ങളെക്കാളും ആധികാരികതയുള്ളവയാണ് തിരുവഴുത്തിൻ്റെ പുതിയ നിയമ തിരുവഴുത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. ദൈവം എല്ലാ കാലത്തും തൻ്റെ വചനം സൂക്ഷിക്കുകയും നമുക്കത് നൽകുകയും ചെയ്തു. അതിനുവേണ്ടി ജീവനെ കൊടുത്ത് നിന്ന ഒത്തിരി ആളുകളുണ്ട് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമ്മുടെ കയ്യിൽ ഈ ദൈവവചനം എത്തിയതും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിനാൽ തുറന്നതും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.